സങ്കീർണമായ ഭൂവിഷയങ്ങളിൽ കർക്കശത്തോടെ ഇടപെടുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഭൂനിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുകയാണ് ലക്ഷ്യം. ഭൂപരിഷ്കരണം 2 എന്ന വിശേഷണത്തോടെ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനം. കാലാനുസൃതമായ മാറ്റങ്ങൾ ആവശ്യമായവ പരിഷ്കരിക്കുകയും ചെയ്യും. ഭൂപരിഷ്കരണം 2 എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഭൂപരിഷ്കരണം 2-ന്റെ ഭാഗമായി ലാൻഡ് ബാങ്ക് സ്ഥാപിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അടക്കം ഭൂമി ലക്ഷ്യമിട്ടാണ് നീക്കം. സമഗ്രമായൊരു ലാൻഡ് മാനേജ്മെന്റ് നയം സർക്കാർ രൂപീകരിക്കും. വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മിച്ചമുള്ളതും ഉപയോഗിക്കാത്തതുമായ ഭൂമി ഉപയോഗിച്ചൊരു ലാൻഡ് ബാങ്ക് സൃഷ്ടിക്കുന്നതിനായി ഒരു ലാൻഡ് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ആവശ്യമായ നിയമനിർമ്മാണം നടത്തുകയും ചെയ്യും. പരമ്പരാഗത തോട്ടം മേഖലയിൽ ടൂറിസം സാധ്യതകൾക്കായി പരിഷ്കരണങ്ങൾ. തോട്ടം മേഖലയിൽ കൂടുതൽ സ്ഥലം ടൂറിസത്തിനായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ആവശ്യമായ നിയമ ഭേദഗതി കൊണ്ടുവരും. ഭൂമിയുടെ ന്യായവില പരിഷ്കരിച്ച് സാമ്പത്തിക ഞെരുക്കത്തിന് മറ്റൊരു പരിഹാരം. സംസ്ഥാനത്തെ ഭൂമിയുടെ ന്യായവില സമഗ്രമായി നമ്മൾ പുനഃപരിശോധിക്കും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും വസ്തുനിഷ്ഠമായ വിപണി വിവരങ്ങളുടെയും ഫീൽഡ് തലത്തിലുള്ള ഡാറ്റയുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക. ഭൂപരിഷ്കരണത്തെ സംശയദൃഷ്ടിയോടെയാണ് പ്രതിപക്ഷം നോക്കുന്നത്. വൻകിട മാഫിയയ്ക്കായുള്ള നിലമൊരുക്കലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ കടുത്ത വിമർശനം. കേരളത്തിന്റെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാനുള്ള നീക്കമാണ്. സ്വകാര്യ കുത്തകൾക്ക് വേണ്ടി ലാൻഡ് മാനേജ്മെന്റ് നയം ആവിഷ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മലയോര മേഖലയിലെ ബഹുവിള കൃഷി അടക്കം ഭൂനിയമങ്ങളിൽ കാലോചിതമായ ഭേദഗതിയാണ് വി.ഡി. സതീശൻ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സ്ഥിതി തന്നെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണത്തിന് വി.ഡി. സതീശൻ 2-ാം അധ്യായം എഴുതുമ്പോൾ കോർപ്പറേറ്റുകൾക്കുള്ള നിലമൊരുക്കൽ എന്ന നിലയിലാണ് പ്രതിപക്ഷം അതിനെ വ്യാഖ്യാനിക്കുന്നത്. ആർ. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.